ക്രിമിനൽ കുറ്റങ്ങളിൽ അറസ്റ്റിലാകുന്നവരെല്ലാം മുസ്ലിങ്ങൾ, ജിഹാദികൾ. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് അഭിപ്രായമുള്ള പലരെയും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും അല്ലെ? സോഷ്യൽ മീഡിയയിലെ വലതുപക്ഷ ഹാൻഡിലുകൾ എപ്പോഴും ഈ പ്രചാരണത്തിന് മുന്നിൽ തന്നെയാണുള്ളത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം നോക്കാം. രാജസ്ഥാനിൽ ഗർഭിണിയായ യുവതിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. ഇതിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരെ ജയ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ 3 പ്രതികളും മുസ്ലിങ്ങളാണ് എന്ന വർഗീയ പ്രചാരണം നടത്തുകയാണ് ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ. എന്നാൽ ഇത് തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൈകാലികൾക്ക് പരിക്കേറ്റ ഒരാൾ പോലീസുകാർക്കൊപ്പം നടന്നു പോകുന്ന വീഡിയോ ഏപ്രിൽ 18-ന് പോസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ വീഡിയോയ്ക്ക് താഴെ സ്ത്രീയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും കാണാം. സ്ത്രീയെ ആക്രമിച്ച ജിഹാദിക്ക് പോലീസ് കൊടുത്ത സമ്മാനം എന്നാണ് പോസ്റ്റിന്റെ അടിക്കുറിപ്പ്. അതായത് പോലീസ് മർദ്ദനമേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്ന്. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ BJP അനുകൂല പേജുകൾ. പ്രതി മുസ്ലിം ആണെന്ന് തന്നെയാണ് പ്രചരിക്കുന്ന പോസ്റ്റുകളിലെ ആരോപണം. ഈ വീഡിയോ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ കഴിഞ്ഞ മാർച്ചിലെ ഒരു റിപ്പോർട്ട് ലഭിച്ചു. ദൈനിക് ഭാസ്കറിന്റെ ഓൺലൈൻ റിപ്പോർട്ടാണിത്. മധ്യപ്രദേശിലെ മാളവ്യ നഗറിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ജയ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന കൈയൊടിഞ്ഞ ആൾ. ആക്രമണത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ഇയാളുടെ പേര് രാഹുൽ ഗുർജാർ. ഏപ്രിൽ 17-ന് ജയ്പൂർ പോലീസ് മധ്യപ്രദേശിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു, ഒപ്പം മറ്റു 2 പേരെയും. ഇക്കാര്യം ജയ്പൂർ പോലീസ് അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട്. പ്രതിക്ക് പരിക്കേറ്റത് പോലീസിന്റെ മർദ്ദനമേറ്റാണ് എന്നതിന് തെളിവുകളില്ല. മധ്യപ്രദേശിലെ മൊറീന കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടെയാണ് അവർക്ക് പരിക്കേറ്റത് എന്നാണ് മനോരമ റിപ്പോർട്ട് പറയുന്നത്. ഇതോടെ പ്രതികളെ മർദ്ദിച്ചതാണ് എന്ന വാദം പൊളിഞ്ഞു. പ്രതി ഒരു മുസ്ലിം ആണെന്നാണല്ലോ അവകാശവാദം. അത് വ്യാജ പ്രചാരണമാണ്. പ്രതിയായ രാഹുൽ ഗുർജാർ ഹിന്ദു ആണെന്ന് ഇന്ത്യയിലെ ഒരു ഫാക്ട് ചെക്ക് പ്ലാറ്റ്ഫോമായ ന്യൂസ് മീറ്റർ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അത് മതം നോക്കിയല്ല. പക്ഷേ ഒരു കുറ്റാരോപിതനെ മുസ്ലിമായി ചിത്രീകരിക്കുന്ന ഈ പരിപാടി ഒട്ടും നിഷ്കളങ്കമല്ല. വ്യാജ വാർത്തകൾ സമൂഹത്തെ കലുഷിതമാക്കുന്നു, മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇത്തരം വ്യാജ വാർത്തകൾ ഞങ്ങൾക്ക് അയക്കും. Let's build a fact-based news culture together. Stay with OBC.